ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ചങ്കുകളും കെട്ടികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു വീഡിയോ 5.5 മില്യൺ ടച്ച് ചെയ്തിരിക്കുകയാണ് വ്യൂസ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും യൂട്യൂബിലും കൂടി നമ്മുടെ സപ്പോർട്ട് വേണം. യൂട്യൂബിൽ നമുക്കിനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പ 2 ഒരു ഫിലിമിന് എത്രമാത്രം നെഗറ്റീവ് കിട്ടണം അത്രമാത്രം നെഗറ്റീവ് കിട്ടിയൊരു മൂവി. പക്ഷെ ഇത്ര നെഗറ്റീവ് കിട്ടിയിട്ട് എത്രമാത്രം കളക്ഷൻ കൂട്ടാൻ പറ്റും എന്ന് പ്രൂവ് ചെയ്തൊരു മൂവി പുഷ്പ 2. 4 ദിവസം കൊണ്ട് ഏകദേശം 850 കോടി രൂപ വരെ അടുത്ത് കളക്ഷൻ വന്നിരിക്കുക. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടത്തിന് നെഗറ്റീവ്സ് വന്നത് ഒന്ന് ഹൈദരാബാദ്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് സ്ഥലങ്ങളിലാണ്. വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ തെലുങ്ക് നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് വന്നത് ഈ പടത്തിന്. അതുപോലെ മലയാളികൾ, കേരളക്കര എങ്ങനെയാണ് നെഗറ്റീവ് വന്ന് അപ്പടിക്കും, പോസിറ്റീവാണ് അങ്ങേയറ്റം പൊന്തും. അപ്പോൾ ഏറ്റവും നെഗറ്റീവ്സ് വന്നത് സൗത്ത് ഇന്ത്യയിൽ, ആന്ധ്രയിലും അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിലാണ്, കേരളത്തിലാണ്. മോശമില്ലാത്ത റിപ്പോർട്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും കിട്ടിയിരുന്നു. പക്ഷെ പടത്തിന് അത്ഭുതം സംഭവിച്ചിരിക്കുന്ന അവിടെയൊന്നുമല്ല. ഈ പടത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കയറിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് തെലുങ്ക് മൂവീസൊക്കെ ഒരു സൗത്ത് ഇന്ത്യൻ മൂവീസ് നോർത്ത് ഇന്ത്യയിലൊക്കെ ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പം എല്ലാ കഥകളും ഷാരൂഖ് ഖാനും അക്ഷയ് കുമാറും സൽമാനൊക്കെ അവിടെ പഴങ്കഥയാവാണ് ബോക്സ് ഓഫീസിൽ പടം ചിലപ്പോൾ. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ ഹിസ്റ്ററി തന്നെ ആക്കാം. ബാഹുബലിയാണ് അവിടെ ഉള്ളത്. ബാഹുബലി 2, RR, KGF ഈ പടങ്ങളാണ്. ഈ ബാഹുബലി വരവോട് തന്നെ ഒന്നാമത് തെലുങ്ക് പടം എന്ന് വെച്ചാൽ നല്ല ബഡ്ജറ്റൊക്കെയാണ് അവർ ഇറക്കുക. വലിയ നല്ല രീതിയിൽ കളക്ട് ചെയ്യാവുന്ന രീതിയിൽ ഇറക്കും. പക്ഷേ ഈ ബാഹുബലി എന്നൊരു പടം സൗത്ത് ഇന്ത്യൻ ഫിലിമിലും തെലുങ്ക് ഫിലിമിലും ഹിസ്റ്ററി തന്നെ തിരുത്തില്ല. അതിനുശേഷം നമുക്ക് KGF പോലത്തെ പടങ്ങളൊക്കെ വന്നു. പിന്നെ RR വന്നു. 1800 കോടി രൂപയ്ക്ക് താഴെയാണ് ബാഹുബലി എന്നൊരു പടം കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ പടം ഏകദേശം 4 ദിവസം കൊണ്ടാണ് കേട്ടോ. അതും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് കേട്ടിട്ട്. അപ്പം അല്ലു അർജുൻ്റെ എന്നൊരു വ്യക്തി എത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ ഇൻഫ്ലുവൻസറായി എന്നാണ് ഏറ്റവും ഇത്രയും നെഗറ്റീവ് കേട്ടൊരു പടമാണ്. ബാഹുബലിക്ക് അങ്ങേറ്റം പോസിറ്റീവാണ്. ഒരാളുടെ നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പടം. ഈ പടത്തിന് എന്നെയൊക്കെ വിളിച്ചിട്ട് എന്തുട്ട മുകേഷ് ഏട്ടൻ പറയുന്നത്, വെറുതെ കാശ് കളയാൻ ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയത് കാണും. കട്ട ടിപ്പിക്കൽ തെലുങ്ക് പോയി ഇത്രയും നമ്മളത് പ്രതീക്ഷിച്ചേട്ടാ പോയത്. നമുക്ക് പുഷ്പ 1 കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ 2.25 മണിക്കൂർ അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് ആർത്ത് വിളിച്ച് തിമിർത്ത് പാട്ടൊക്കെ നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതിൽ നമുക്ക് ഇന്റർവ്യൂ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്റർനാഷണൽ കുറച്ച് പാസും കാര്യങ്ങളൊക്കെ കൂടി പോയാലും അത് കാണാൻ നോർത്ത് ഇന്ത്യയിലെ ആളുകളുണ്ടോ. അപ്പോൾ പുഷ്പ 2 ഹിസ്റ്ററി ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേറെ ഏറ്റവും വലിയ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ കളക്ഷനേക്കാളും സെക്കൻഡ് ഡേയ്സ് കളക്ഷനേക്കാളും തേർഡ് ഡേയ്സ് കളക്ഷനേക്കാളും ഫോർത്ത് ഡേയ്സ് കളക്ഷൻ കൂടുന്നൊരവസ്ഥ ആലോചിച്ച് നോക്ക്. ഒരു നെഗറ്റീവ് റെസ്പോൺസ് വന്നൊരു പടം ഫോർത്ത് ഡേയിൽ കളക്ഷൻ 10 കോടിക്ക് കൂടുകയാണ്. ഈവൻ പല തിയേറ്ററുകളിൽ നോർത്ത് ഇന്ത്യയിൽ ടിക്കറ്റ് ഇല്ല. 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ബുക്ക് മൈ ഷോയിൽ ആ രീതിയിലേക്ക് പടം മാറി. ഇറ്റ്സ് എ ബിഗ് പുഷ്പ ബ്രാൻഡ്, യാതൊരു സംശയമില്ല. അത് പ്രൂവ് ചെയ്തിരിക്കുക തന്നെയാണ്. എന്തായാലും ഇത് ഈ പടത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും പടം കണ്ടിട്ടുണ്ടാവും. 4 മണിക്ക് 8 മണിക്ക് കണ്ട ആളുകളുണ്ടായിരിക്കും. പല ഡിഫറെൻറ്റ് ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പടം കൊമേഴ്സ്യലി കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നെക്സ്റ്റ് ഹിസ്റ്ററി തന്നെ വരാം. കാരണം 4-ാം ദിവസം ഇത്രയും പൈസ കളക്ഷൻ കൂടിയിച്ചെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യ നമുക്കറിയാം സൗത്ത് ഇന്ത്യയുടെ 2 ഇരട്ടി കിടക്കുന്നൊരു സ്റ്റേറ്റാണ് അങ്ങോട്ട്. അപ്പോൾ അവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സെറ്റാണ്. അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ കണ്ട് മൂവീസ് സംബന്ധമായ ഇൻ്റർവ്യൂവിൽ അതുപോലെ തന്നെ പേജുകളിലൊക്കെ കണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ വരെയുള്ള മാസും ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇനി ഇൻ്റർവ്യൂവിന് ശേഷം ഫാമിലി കയറുന്നൊരവസ്ഥയാണ് അവിടെ കാണുന്നത്. കൂടുതൽ ഫാമിലി പടത്തിൽ കയറുന്നു. അപ്പോൾ അതെന്തായാലും ആ പടത്തിൽ പോസിറ്റീവാണ്. ഫാമിലി കയറുമ്പോഴാണ് ഇപ്പോഴും അടിക്കുക. ബ്ലോക്ക് ബസ്റ്റർ ആവാനൊക്കെ സാധ്യതയായിട്ടുള്ള ഫാമിലി കയറുമ്പോഴാണ്. അപ്പോൾ ഫാമിലി തന്നെ നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വീക്കെൻഡിൽ നല്ല കളക്ഷൻ ഉണ്ട്. ഞാൻ 4 ദിവസത്തെ കളക്ഷൻ്റെ അപ്ഡേറ്റ് ആണ് പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് 2 ദിവസത്തെ കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ. അപ്പോൾ തിങ്കളാഴ്ച വരെ നല്ല രീതിയിൽ ബുക്കിംഗ് വന്നിട്ടുണ്ടെന്ന് കേട്ട്. അപ്പോൾ എനിവേ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വന്നിട്ട് പടം ഇങ്ങനെ കളിക്കണം എന്നുണ്ടെങ്കിൽ അത് അല്ലു അർജുൻ എന്നൊരു വ്യക്തിയുടെ തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരു നല്ല രീതിയിൽ ബഡ്ജറ്റ് വന്ന പടമൊക്കെ ഒരു 30-40 കോടി കളക്ട് ചെയ്യാറുണ്ട്. പല പടങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തെലുങ്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് വലിയ സ്റ്റേറ്റ് ആണ് സൗത്ത് ഇന്ത്യയിൽ. അവിടെ നിന്ന് കളക്ഷൻ്റെ ചിലപ്പോൾ ഇനി കയറി വരാട്ടോ, 4 ദിവസമായിട്ടുള്ള പടം. അപ്പോൾ ഫാമിലി ഏറ്റെടുത്ത് കഴിഞ്ഞ സംഭവം വേറെ രീതിയിലേക്ക് മാറും. നമുക്കറിയാം പല പടങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടി. എനിക്ക് ടിക്കറ്റിൻ്റെ പൈസയ്ക്കുള്ള വാല്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും